ഹലോ ആൾ. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ആൻഡ് ഏരിയ ഗ്രേഡ് 6ൻ്റെ മൂന്നാമത്തെ പാർട്ടിൻ്റെ നോക്കാം. സോ ലാസ്റ്റ് ക്ലാസ്സസിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും അതിൻ്റെ പെരിമീറ്ററും നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് സ്ക്വയറിൻ്റെ കേസാണ്. കമ്പാരിറ്റീവ്ലി അത് വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ് എന്ത്? സ്ക്വയർ എന്താണ്? സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ് കമ്പയർ ടു എ റെക്റ്റാങ്കിൾ? എല്ലാ സൈഡ്സും ഈക്വൽ ആണല്ലേ? യെസ്, ഫൈൻ. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ എനിക്കതിൻ്റെ പെരിമീറ്ററും അതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മൾ റെക്റ്റാങ്കിളിൽ പഠിച്ചായിരുന്നു എന്താണ്? പെരിമീറ്റർ ഈസ് 2 × L+B അല്ലേ? ആൻഡ് ഏരിയ എന്താണ്? L×B ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സൈഡിൽ തരേണ്ട ആവശ്യമുള്ളൂ. എന്താണ്? സ്ക്വയറിൻ്റെ 4 സൈഡും ഈക്വൽ ആണല്ലേ? അപ്പോൾ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡ് എന്ത് തന്നെ ആയിരിക്കും? 5 സെൻറ്റിമീറ്റർ. ഈ സൈഡും 5 സെൻറ്റിമീറ്റർ, ഈ സൈഡും 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 സൈഡും എന്ത് തന്നെയാണ്? ഈ സെയിം തന്നെയാണല്ലേ? അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡ് എന്ത് തന്നെയായിരുന്നു? എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണല്ലേ? സോ എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 5 + 5 + 5 + 5 ദാറ്റ് ഈസ് വാട്ട്? 20 സെൻറ്റിമീറ്റർ. ഫൈൻ, ക്ലിയർ. അപ്പോൾ ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പഠിക്കാനുണ്ട്. സോ പെരിമീറ്റർ ഓഫ് എ സ്ക്വയറിനൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ വേറൊന്നുമല്ല, 4 × സൈഡ്. ഓക്കെ, 4 × സൈഡ്. സോ ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ. സോ ഇക്വേഷൻ എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു സ്ക്വയർ ഞാൻ എടുത്തു. ഓക്കെ, സോ അതിൻ്റെ ഒരു സൈഡ് ഞാൻ സൈഡിൽ നിന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാം എന്ത് തന്നെ ആയിരിക്കും? സൈഡ് തന്നെ ആയിരിക്കും അല്ലേ? സെയിം സൈഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ തന്നെ എന്താണ്? എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യുന്നതാണ് അല്ലേ? സൈഡ് പ്ലസ് സൈഡ് പ്ലസ് എഗെയിൻ സൈഡ് പ്ലസ് എഗെയിൻ സൈഡ്. അങ്ങനെ എത്ര സൈഡ് ഇവിടെ ഉണ്ട്? 4 സൈഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ 4 × സൈഡ് എന്ന് എഴുതി. സോ ഇങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വന്നത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ സെയിം ഇക്വേഷൻ നമുക്ക് 4 × സൈഡ് എന്ന ഇക്വേഷനിൽ യൂസ് ചെയ്ത് നോക്കാം. സോ ഈ സെയിം ക്വസ്റ്റ്യൻ, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു വാട്ട്? 4 × സൈഡ്. ഒരു സൈഡ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ അല്ലേ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ? യെസ്, 4 × 5 എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത് അല്ലേ? രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഫൈൻ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ 4 × സൈഡ്. അപ്പോൾ നമുക്കിതിൻ്റെ ഏരിയയും കൂടി നോക്കാം. ഓക്കെ, സോ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ പഠിച്ചത് എന്തായിരുന്നു? ലെങ്ത് × ബ്രെഡ്ത്ത് അല്ലേ? ഓക്കെ, പക്ഷേ ഇവിടെ അത് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളൂ. ഇവിടെ എന്ത് തന്നെയാണ്? എല്ലാം ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് അല്ലേ? എല്ലാം സെയിം തന്നെയാണ്. സോ നമ്മളിവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് ലെങ്ത്ത് ഒന്നും പറയാറില്ല. നമ്മളിവിടെ എന്താണ്? സൈഡ് എന്നേ പറയാറുള്ളൂ കേട്ടോ. കാരണം എന്താണ്? എല്ലാ സൈഡും എന്താണ്? സെയിം തന്നെയാണ് അല്ലേ? യെസ്. സോ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ സെയിം ആയതുകൊണ്ട് നമ്മളതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയയ്ക്ക് എന്ത് ചെയ്യാം? ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് × സൈഡ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ സൈഡ് സ്ക്വയർ എന്നും എഴുതാം. ഓക്കെ, സോ സൈഡ് സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എന്താണ്? സൈഡ് × സൈഡ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ തരികയാണ്. എന്താണ്? ഒരു സ്ക്വയറിൻ്റെ കയ്യിലുണ്ട്. ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ ഐ ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് പെരിമീറ്റർ, സെക്കൻഡ് വൺ ഫൈൻഡ് ദ ഏരിയ. ഓക്കെ, പെരിമീറ്റർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പെരിമീറ്റർ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ? സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 × സൈഡ്. ദാറ്റ് ഈസ് 4 × ഒരു സൈഡ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് 4 × 6? 24. സോ 24 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? സൈഡ് × സൈഡ്. ഓക്കെ, സൈഡ് × സൈഡ് ദാറ്റ് ഈസ് വാട്ട്? ഇവിടെ ഒരു സൈഡ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ അല്ലേ? 6 സെൻറ്റിമീറ്റർ × 6 സെൻറ്റിമീറ്റർ. സോ 6 × 6 36 സെൻറ്റിമീറ്റർ × സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഏരിയയ്ക്ക് എന്താണ്? സ്ക്വയർ ഇട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മാർക്സ് പോകും. ഓക്കെ, സോ മേക്ക് ഷുവർ നമ്മളെന്താണ്? ഒരു സ്ക്വയർ ഇടുക. സെൻറ്റിമീറ്റർ × സെൻറ്റിമീറ്റർ ആകുമ്പോൾ എന്താവും? അത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആവും അല്ലേ? ഓക്കെ, സോ അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബേസിക് കാര്യങ്ങളാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
സോ അടുത്തൊരു ചെറിയൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 32 centimeter. Okay, find its area. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? പെരിമീറ്റർ തന്നിട്ടുണ്ടല്ലേ, ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, അതിൻ്റെ പെരിമീറ്റർ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? ഇതിൻ്റെ ഏരിയ. ഓക്കെ, സോ പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് മൾട്ടിപ്ലൈ സൈഡ് അല്ലേ, ഒരു സൈഡ് മൾട്ടിപ്ലൈ സെയിം സൈഡ് ഒക്കെ അല്ലേ. അപ്പോൾ നമുക്കിതിനെന്ത് വേണം? ഒരു സൈഡ് വേണം അല്ലേ? യെസ്. ബട്ട് നമുക്ക് സൈഡ് അറിയോ? ഇല്ല. പക്ഷേ നമുക്ക് എന്തറിയാം? ഇതിൻ്റെ പെരിമീറ്റർ അറിയാം അല്ലേ. അപ്പോൾ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എന്ത്? 4 മൾട്ടിപ്ലൈ സൈഡ് അല്ലേ. യെസ്. ഇവിടെ നമുക്ക് സൈഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. എന്താണ്? ഈ 4 മൾട്ടിപ്ലൈ ചെയ്തൊക്കെ അല്ലേ, അത് ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഒരു സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പെരിമീറ്ററിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സൈഡ് തന്നിട്ട് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സൈഡിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബട്ട് തിരിച്ച് ചോദിക്കുകയാണ്, എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. എന്താണ്? പെരിമീറ്റർ തന്നിട്ട് സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? സൈഡ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതിയാൽ മതി? പെരിമീറ്റർ ബൈ 4 എന്ന് എഴുതാൽ മതി. ഓക്കെ, അപ്പം നമുക്കിവിടെ ആദ്യം സൈഡ് കണ്ടുപിടിക്കാം. സൈഡ് ഈസ് ഈക്വൽ എന്താ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്? പെരിമീറ്റർ ഡിവൈഡ് ബൈ 4. ഇത് നമ്മുടെ സ്ക്വയറിൻ്റെ കേസിൽ മാത്രമാണ്. പെരിമീറ്റർ ഡിവൈഡ് ബൈ 4. നമ്മുടെ പെരിമീറ്റർ എത്ര തന്നേക്കുന്നത്? 32 അല്ലേ. സോ 32 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 4. 32 ഡിവൈഡ് ബൈ 4 എത്രയാ? യെസ്, ഇറ്റ്സ് 8 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിയല്ലേ. യെസ്. അപ്പോൾ ഇനി ഏരിയ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ. ഏരിയ ഈസ് ഈക്വൽ ടു വാട്ട്? സൈഡ് ഇൻറ്റു സൈഡ്. ദറ്റ് ഈസ് 8 സെൻറ്റിമീറ്റർ മൾട്ടിപ്ലൈ 8 സെൻറ്റിമീറ്റർ, ദറ്റ് ഈസ് 64 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ അടുത്ത NCERT എക്സസൈസ് ചെയ്യാം. തൽക്കാലം ഇപ്പോൾ നമ്മളതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 3 ക്ലാസ് കൊണ്ട് പെരിമീറ്ററും ഏരിയയും സ്ക്വയറിൻ്റെ റെക്റ്റാങ്കിളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇക്വേഷൻസ് തിരിച്ച് മറിച്ച് വിടുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ ദെൻ ബൈ.